सौख्यार्थं ध्यानम् ज्ञानार्थं ध्यानम् आरोग्यार्थं ध्यानम्. ഇന്ന് 2024 ഓഗസ്റ്റ് 18 ഞായറാഴ്ച രാവിലെ കൃത്യം 7 മണിക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇനി സമയങ്ങളെ തുടങ്ങാല്ലേ? യെസ്, കഴിഞ്ഞ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി അറ്റൻഡ് ചെയ്യാത്തവർക്ക് അതിന്റെ ലിങ്ക് ഉപയോഗിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും കാണാം. ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പിലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച നോട്ട്സിന്റെ ചെറിയൊരു രൂപം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിന് അയച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം ഞാൻ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഞാൻ പതുക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണെന്ന് നമുക്ക് കൂടുതൽ പഠിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകല്ലേ? അല്ലെങ്കിൽ യോഗസൂത്ര പഠനം ഒന്നും ഉണ്ടാവില്ല, ഈ തള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ, തള്ളി മറിച്ചിട്ട്. അപ്പൊ തുടങ്ങല്ലേ? റെഡി? അപ്പൊ ബുക്ക് എടുത്തോന്ന് വെച്ചാൽ ബുക്ക് എടുക്കണ്ടെന്ന് പറയാം. കാരണം വെച്ചാൽ ഞാൻ വീണ്ടും ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നത്. ബുക്ക് എടുക്കാറായിട്ടില്ല, ബുക്ക് അവിടെ തന്നെ ഇരുന്നോട്ടെ. ബുക്കൊക്കെ കുറെ പേർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ നേരിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അവിടെ വെച്ചിട്ട് പൈസ കൊടുത്താൽ മതി. ഓക്കെ, ആർക്കെങ്കിലും കിട്ടിയോന്ന് അറിയില്ല. കിട്ടിയിട്ടെങ്കിൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതിക്കോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു വെച്ചത് പതഞ്ജലി മഹർഷി യോഗസൂത്രം എഴുതുന്നതിന് മുമ്പ് തന്നെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും സ്മൃതികളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഭഗവത്ഗീതയിലും യോഗയെക്കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട് എന്നാണ്. അതെ, അപ്പൊ അതിനു മുമ്പ് തന്നെ പല ഗ്രന്ഥങ്ങളിലും ഈ സൂചനകൾ നൽകിയിട്ടുണ്ട്. അതായത് യോഗസൂത്രം സൂത്രം രൂപത്തിൽ അല്ലെങ്കിൽ യോഗയെ കുറിച്ച് മാത്രമായിട്ട് ഒരു ഗ്രന്ഥം ആദ്യമായിട്ട് ഇറങ്ങിയത് ഇതാണെങ്കിലും ഇതിന്റെ ചില സൂചനകളൊക്കെ ഈ പറഞ്ഞ വേദങ്ങളിലും സ്മൃതികളിലും ഉപനിഷത്തുകളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് ഇതിൽ സൂചിപ്പിച്ചുള്ളത്. മനസ്സിലായിരുന്നിരിക്കും. ഓക്കെ, ഞാൻ മുന്നോട്ട് പോവാണേ. ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ യോഗയെക്കുറിച്ചുള്ള അതേ ശ്ലോകങ്ങൾ തന്നെ സൂത്രരൂപത്തിൽ യോഗസൂത്രയിൽ ഉപയോഗിച്ചതായി കാണാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ എടുത്തുകൊണ്ട് അതേ ആശയങ്ങൾ തന്നെ ഈ യോഗസൂത്രയിൽ സൂത്രരൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂത്രക്ക് എന്താന്നുള്ളത് പിന്നീട് പഠിപ്പിച്ചു തരാം. സൂത്രരൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നർത്ഥം. അതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് അതിൻ്റെ ഒരു കോംപ്ലക്സ്, നമ്മളാണ് ഇപ്പൊ ട്രോളിക്കൊല്ലും. അന്ന് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് ഒന്നും ഇല്ല. ഇന്ന് കോപ്പിറൈറ്റ് വരും ചിലപ്പോ. ഓക്കെ, യെസ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പതഞ്ജലി മഹർഷി യഥാർത്ഥത്തിൽ യോഗസൂത്രം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉള്ളത് മാത്രമല്ല, ഈ പറഞ്ഞ മുൻ ഗ്രന്ഥങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട യോഗ ശ്ലോകങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് കോംപ്ലക്സ് ഉണ്ടായിരുന്നില്ല, കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിന് തെറ്റൊന്നുമില്ല എന്നർത്ഥം. ഓക്കെ, യോഗയുടെ ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത് യോഗസൂത്ര തന്നെയാണ്. ഇതൊക്കെ തന്നെയാണെങ്കിലും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം, ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് യോഗയെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള എഴുതിയ ഗ്രന്ഥം ഏതെന്ന് വെച്ചാൽ യോഗസൂത്ര തന്നെയാണ്. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, വേദത്തിന്റെ അടിസ്ഥാനമാക്കിയുള്ള ആറ് ദർശനങ്ങൾ ഷഡ്ദർശനങ്ങളിൽ ഒന്നാണ് യോഗം. അപ്പൊ അതിനുശേഷം യോഗസൂത്രയ്ക്ക് ശേഷം യോഗ ദർശനങ്ങൾ നമുക്ക്, അതായത് ഒരു ദർശന രൂപത്തിൽ കിട്ടിയ കുറെ സംഭവങ്ങളുണ്ട്. ഒരു ദർശനം, അതായത് ഈശ്വരനിൽ നിന്ന് അല്ലെങ്കിൽ പരമാത്മാവിൽ നിന്ന് കിട്ടിയ ഒരു ദർശനം. അപ്പൊ എന്റെ ഒരു സംഭവം, ഇപ്പൊ രാത്രിയൊക്കെ കടന്നുറങ്ങുമ്പോൾ നമ്മൾ സ്വപ്നം കണ്ടു എന്ന് പറയില്ലേ, സംഭവം സ്വപ്നം കണ്ടു, ഇങ്ങനത്തെ എനിക്കൊരു ദർശനം കിട്ടി, ഈശ്വരനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ആ ഒരു രീതിയിൽ ഈശ്വരൻ തന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ ഇത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ കരുണ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഈശ്വരൻ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഇതൊക്കെ വളരെ ആധികാരികമായിട്ടും മനസ്സിലാവാത്ത രീതിയിലും പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ദഹിച്ചു എന്ന് വരില്ല, ദഹിക്കണ്ട. ഞാൻ പറയുന്നത് അവരൊക്കെ അവരുടെ സ്റ്റാൻഡിലുള്ള ആളുകൾ പഠിപ്പിച്ചോളൂ. ഞാൻ ഇത് സാധാരണക്കാര്, നമ്മുടെ വീട്ടിലിരിക്കുന്ന വലിയ വിദ്യാഭ്യാസം, അതായത് സാഹിത്യത്തെ അട്ടിമറിക്കാൻ കഴിവുള്ള ആളുകൾക്കൊന്നുമല്ല, വളരെ സാധാരണക്കാരായ ആളുകൾക്ക്, നമ്മൾ ലോക്കൽ ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്ന ഒരു രീതിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. അപ്പൊ നമ്മൾ കുറച്ചും കൂടി സിമ്പിൾ ആക്കി പറയും. നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഫസ്റ്റ് ക്ലാസ് കിട്ടാനുള്ള പഠനം മാത്രമേ ഉള്ളൂ, റാങ്ക് കിട്ടാനുള്ള പഠനം. വലിയ വലിയ ആളുകളൊക്കെ റാങ്ക് കിട്ടാനുള്ള പഠനം പഠിപ്പിച്ചോട്ടെ, നമുക്ക് ഈ രീതിയിൽ പോയി. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്ന സംഭവം ദർശന രൂപത്തിൽ പരമാത്മാവിൽ നിന്ന് എനിക്കൊരു ദർശനം കിട്ടി, ഞാൻ അത് എഴുതിയാണ്. അല്ലാതെ എന്റെ പേര് നിങ്ങൾ എഴുതി വെക്കുന്നു വേണ്ട. അപ്പൊ നമ്മൾ പറയില്ലേ, ഇപ്പോ നമ്മൾ വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഇഷ്ടങ്ങൾ MLA-യുടെ ആസ്തി ഫണ്ടിൽ നിന്ന്, അപ്പൊ MLA എന്തോ എവിടെന്നോ കൊണ്ടുവന്ന രീതിയിൽ ആ ആളുകൾക്ക് ആ പ്രസിദ്ധി കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്ന പോലെ അല്ല അന്നത്തെ പേരിനൊന്നും ഒരു പ്രസക്തി ഉണ്ടായി
ഉണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം. വേദങ്ങൾ എഴുതി വെച്ച ഇഷ്ടം പോലെ 200ഓളം സന്യാസിമാരും 40ഓളം സന്യാസിനിമാരുടെ സംഭാവനയാണ്. അവരുടെ പേരൊക്കെ എത്ര പേരുടെ പേര് നമുക്കറിയാം, ആരും പേരറിയില്ല എന്നുള്ളത്. അപ്പൊ അതിനൊന്നും പ്രാധാന്യം അവർ കൊടുത്തിട്ടില്ല. ഒരു ദർശന രൂപത്തിൽ കിട്ടിയ സംഭവമാണ്. അപ്പൊ അതിൽ ഒന്നാണ്, ഈ 6 ദർശനങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ യോഗ ദർശനം. യോഗ ദർശനത്തിന്റെ ചേട്ടനാണ് സാഖ്യയോഗ. സാഖ്യയോഗ നമ്മൾ പഠിച്ചതാണ്. ഇനി എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യോഗസൂത്രം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി പഠിക്കാം, കുഴപ്പമില്ല. അതുകൊണ്ട് അപ്പൊ സാഖ്യയോഗയാണ് ശരിക്കും പറഞ്ഞ, സാഖ്യദർശനമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞ യോഗസൂത്ര ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ യോഗസൂത്ര ശരിക്കും പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് അവസാനിച്ചിട്ട് അവിടുന്ന് തുടങ്ങിയ കണ്ടിന്യൂറ്റിയാണ്. സാഖ്യയോഗയുടെ തുടർച്ചയാണ് ശരിക്കും പറഞ്ഞ യോഗ. അത് ഓർപ്പിച്ചു വെച്ചു കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഷഡ്ദർശനങ്ങളിൽ 6 ദർശനങ്ങളിൽ ഒന്നാണ്. ഷഡ്ദർശനങ്ങളെ കുറിച്ച് പിന്നീട് പറയാം. ഓക്കെ, കൂടുതലൊന്നും പതഞ്ജലി മഹർഷിയെ കുറിച്ച് അടിസ്ഥാനപരമായി ആധികാരികമായി ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യോഗസൂത്രയെ കുറിച്ചുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് ഓർക്കും. ഞാൻ നിങ്ങളോട് ഓർമ്മിക്കുക, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പതഞ്ജലി മഹർഷിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ ഉണ്ടാകണം. പറഞ്ഞ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പതഞ്ജലി മഹർഷിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, നമ്മൾ മുന്നോട്ട് പോവാണ്. അടുത്തൊരു ചോദ്യമാണ്, ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. പതഞ്ജലി മഹർഷി എഴുതിയ യോഗസൂത്ര എന്ന ഗ്രന്ഥത്തിലെ യോഗ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇനി യോഗസൂത്രത്തിലേക്ക് പോകാണ്. യോഗസൂത്രം, അതിൽ യോഗ എന്ന വാക്കിന്റെ അർത്ഥം എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. ഇപ്പൊ യോഗ, യോഗം, യോഗ്, ഈ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ശരിക്കും മലയാളത്തിൽ ഇതിനെ യോഗം എന്ന് പറയാം. യോഗ എന്നല്ല മലയാളത്തിൽ പറഞ്ഞിട്ട് യോഗം എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു യോഗത്തിനൊക്കെ പോകില്ലേ, എന്താ അവിടെ സംഭവിക്കുന്നത്? കുറെ ആളുകൾ കുറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നതാണ്, യോജിച്ചിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ യോഗം. അത് തന്നെയാണ് ഈ യോഗം. അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് യോഗ, അതിന്റെ ഹിന്ദി വാക്കാണ് യോഗ്, സംസ്കൃത വാക്കാണ് യോഗ. ഒരു 2 കുത്ത് ലാസ്റ്റ്. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായി? അപ്പൊ അതാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇനി എന്താണ് ഈ യോഗസൂത്രയിൽ യോഗ എന്ന് നോക്കാം. യോഗ എന്ന് പറഞ്ഞാൽ യൂണിയൻ, ഒരുമിക്കുക, യൂണിറ്റി, ഐക്യം, കൂടിച്ചേരുക, യോജിക്കുക, ജോയിൻ ടുഗദർ എന്നൊക്കെയാണ്. ക്ലിയർ ആയി? കുറെ അർത്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ യൂണിയൻ എന്നോ ഒരുമിക്കുക എന്നോ യോഗം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. അല്ലാണ്ട് ഞാൻ പാർട്ടി യോഗം നടത്തുന്ന കാര്യത്തെ കുറിച്ചിട്ടല്ല. യോഗം എന്നാണ് ശരിക്കും മലയാളത്തിൽ. പക്ഷെ യോഗം എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്തോ മീറ്റിംഗ് ആണെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. അത് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ യോഗ എന്ന് തന്നെ പറയുന്നത്. അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഭാരതത്തിൽ ആ വാക്ക് കേട്ടാൽ അറിയാത്ത ഒരാളും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, യോഗ എന്ന വാക്ക് ഉണ്ടായത് കേട്ടിരുന്നുള്ളൂ. വൈദിക സംസ്കൃതത്തിലെ യുജ് എന്ന് പറയുന്ന ഒരു വാക്കിൽ, യുജ് ആണ് അതിന്റെ റൂട്ട്. യോഗ എന്ന വാക്ക് ഉണ്ടാകുന്ന സംസ്കൃതത്തിൽ അങ്ങനെ എന്ത് വാക്കുണ്ടാകുന്ന അതിനൊരു കാരണക്കാരൻ ഉണ്ടാവും, ഒരു റൂട്ട് ഉണ്ടാവും. അതിന്റെ വേറെ എവിടെങ്കിലും ആയിരിക്കും, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. മനസ്സിലായേ? ഇപ്പൊ ഇവിടുന്ന് ഇഷ്ടംപോലെ കുട്ടികൾ യൂറോപ്പിലും അല്ലെങ്കിൽ US-ലൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. കുറെ കാലം 1 or 2 തലമുറ കഴിഞ്ഞാൽ അവർ പറയാൻ പോകുന്നത് എന്റെ റൂട്ട് ഭാരതത്തിൽ നിന്നാണ് എന്ന് പറയും. കാര്യം മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ റൂട്ട് എവിടെ നിന്നാന്ന് നമുക്കറിയില്ല. കാരണം 3-4-5 തലമുറയായിട്ട് ഇവിടെ തന്നെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ റൂട്ട് പോയി. ഇനി അവിടെ കൃത്യമായിട്ട് മനസ്സിലായി എന്റെ റൂട്ട് ഭാരതത്തിലാണ്. ഇപ്പൊ ശ്രീലങ്കയിൽ, ഇപ്പൊ സിംഗപ്പൂരൊക്കെ ചെന്ന തമിഴന്മാർ കൂടുതലുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും തിരുനെൽവേലിയിലാണ് എന്റെ റൂട്ട്. അവിടെ പോയിട്ടില്ല, അവിടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. അവർ തലമുറകൾ കഴിഞ്ഞു പോയി, കുറെ തലമുറ കഴിഞ്ഞാൽ അത് വിട്ടുപോകും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എവിടെ നിന്നെങ്കിലും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും ഈ സംസ്കൃതത്തിന്റെ ഭാഷകളിലേക്ക്. ആ ഭാഷയാണ് യുജ് എന്ന് പറയുന്നത്. യുജ്, യോജിപ്പിക്കുക, യുജ്. മനസ്സിലായില്ലേ? അതിൽ നിന്നാണ് യോഗ എന്നുള്ള വാക്കുണ്ടായത്. ക്ലിയർ ആയി വരിക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. യെസ്. ഇംഗ്ലീഷിൽ അതിനെ യോക്ക് എന്ന് പറയും. യോക്ക് എന്ന് പറഞ്ഞാൽ മുഖം എന്നർത്ഥം, കൂട്ടിക്കെട്ട്, ഒരുമിക്കുക. ഇപ്പൊ ഒരു കാളയെ തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ട് നമ്മൾ ഉഴാൻ ഉപയോഗിക്കും. 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഒരു മുഖം കെട്ടിവെക്കും. ശരിക്കും പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള പറയുന്നത്. ഓക്കെ, യോക്ക് എന്ന് ഉദ്ദേശിക്കും. യെസ്. ഇവിടെ യൂണിയൻ ക്ലിയർ ആയില്ലേ? ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം അവർ അങ്ങനെയാണ് പറയുക. യോക്ക് അതായത് മുഖം എന്ന അർത്ഥത്തിലാണ്. ഇപ്പൊ 2 കാളകൾ രണ്ട് വഴിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരേ റൂട്ടിലൂടെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അതാണ് യൂണിയൻ, അതാണ് യോഗ. ഓക്കെ, അപ്പൊ ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പോകാതെ ഒറ്റ ലൈനിൽ ഇങ്ങനെ പോകാറ്. ഇപ്പൊ നമ്മള് ഹരിദ്വാർ ഒരു ഋഷികേശ് യാത്ര പോകാൻ ടിക്കറ്റ് എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അവരെ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകണം. മനസ്സിലായി? അത് തന്നെ. ഇവിടെ യൂണിയൻ എന്ന് പറയുന്നത് മനസ്സും ശരീരവും ആത്മാവിനെയും കുറിച്ചിട്ടാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരുമിക്കേണ്ടത്, എന്തൊക്കെയോ തമ്മിൽ യോജിക്കേണ്ടത്. അതെന്തൊക്കെയാണ് തമ്മിൽ യോജിക്കേണ്ടത്? മനസ്സും ശരീരവും ആത്മാവുമാണ്. ശരിക്കും പറഞ്ഞാൽ ആത്മാവിന്റെ സഹായത്തോടെ മനസ്സിനും ശരീരം യോജിപ്പിക്കുക. ഇത് കുറെ കൂടി നല്ലത്.
ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിനെക്കുറിച്ച് അപഗ്രഥിച്ച് പഠിക്കുന്നവരും ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തോട് യോജിച്ചു എന്ന് വരില്ല. ശരിക്കും പറഞ്ഞാൽ ആത്മീയതയുടെ സഹായത്തോടെ അല്ലെങ്കിൽ ആത്മാവിന്റെ സഹായത്തോടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുമിപ്പിക്കുക എന്നുള്ള. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളെ ഉണ്ടായത് ഞാൻ ഇവിടെ പറഞ്ഞ ആധുനിക സയൻസ് ആയിട്ട് കണക്ട് ചെയ്യരുത്, സ്പിരിച്വൽ സയൻസ് ആയിട്ട്. പരമാത്മാവിന്റെ ഒരു അംശമാണ്, പരമാത്മാവിന്റെ ഒരു അംശം ആത്മാവ്. ആ ആത്മാവ് എടുത്ത് നമുക്ക് തരുമ്പോഴാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. ആ ആത്മാവിനെ സുഖിക്കാൻ അല്ല ആത്മാവിനെ രസിക്കാനുള്ള ഉപകരണമാണ് നമ്മുടെ ശരീരം. മനസ്സിലായില്ലേ? അങ്ങനെ തന്നെയാണ്. അതാണ് തത്വമസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ആരാണ്, ആ ആരാണ് എന്ന ചോദ്യത്തിന്റെ അർത്ഥം ഇത് തന്നെയാണ്. ഞാൻ ആത്മാവാണ്, പരമാത്മാവ്, ആത്മാവിന്റെ ഒരു അംശമാണ്, അല്ല പരമാത്മാവിന്റെ ഒരു അംശമാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊള്ളണം. ഏറ്റവും മുകളിലിരിക്കുന്ന പരമാത്മാവ് ഇരിക്കണം. ഇവൻ കുറെ പോയി അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോ അതിന് ഒരാൾക്ക് ഒരു ജീവൻ, പുതിയ കുട്ടി ശരിക്കും പറയാം ഇവൻ കുറച്ച് അനുഭവിക്കാൻ കേട്ടെ. അപ്പൊ അവന് ആത്മാവ് കൊടുക്കും, ആ സോള് കൊടുക്കും. ആ സോള് കൊടുത്തു കഴിയുമ്പോൾ ഈ ശരീരത്തിലേക്ക്, അപ്പൊ ശരീരം പതുക്കെ ഉണ്ടാവാൻ തുടങ്ങിയില്ല. ആ ആത്മാവ് കൊടുത്തു കഴിയുമ്പോൾ ശരീരത്തിന് ജീവൻ ഉണ്ടാവും. അപ്പൊ പിന്നെ അവൻ ജീവിക്കാൻ പുറത്തേക്ക് വരും. പ്രസവിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിക്കാൻ തുടങ്ങണം. പിന്നെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? ആത്മാവിനെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പകരം നമ്മൾ എന്ത് ചെയ്യും? ആത്മാവിനെ എന്നും ദുഃഖിപ്പിച്ച്, എന്നും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും നെഗറ്റീവും മാത്തും ഇത് എല്ലാം കൂടി കൊടുത്ത് ആത്മാവ് കഷ്ടപ്പെടുക അവിടെ കിടന്നു. ഈ ആത്മാവിന്റെ സന്തോഷത്തിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതാണ് ശരിക്കും ആനന്ദം. മനസ്സിലായില്ലേ? നേരത്തെ പറഞ്ഞ ആനന്ദമില്ല, ആ ആനന്ദം ഉണ്ടാകേണ്ടത് ആത്മാവിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ സാധാരണഗതിയിൽ സന്തോഷം ഉണ്ടാക്കണമെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങളിൽ നിന്നാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അത് താൽക്കാലികമാണ്. സന്തോഷം എപ്പോഴും ഫുൾ ടൈം നിൽക്കില്ല. പക്ഷെ ആനന്ദം ഫുൾ ടൈം നിർത്താൻ പറ്റും. പക്ഷെ അത് എവിടെ ഉണ്ടാകുന്ന? അത് ഉള്ളിലുണ്ടാകുന്നു, സന്തോഷം പുറത്തുണ്ടാകുന്നു, പുറത്തു നിന്നുണ്ടാകുന്നു. അപ്പൊ പുറത്തു നിന്നുണ്ടാകുന്ന അധികകാലം നിലനിൽക്കില്ല, ഉള്ളിൽ നിന്ന്. അതുകൊണ്ടാണ് സന്യാസിമാർ ഈ ആനന്ദം അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവരെപ്പോഴും ഇങ്ങനെ എപ്പോഴും അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാസീനനായിട്ട് ജീവിക്കുക. ഞാൻ എപ്പോഴും പറയില്ലേ, ഞാനൊരു ഉദാസീനനാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറുന്നു, തലയിടൂല്ലേ. നിങ്ങൾ അവിടെ പരിപാടി നടത്തും, ഇവിടെ പരിപാടി നടത്തും, അവിടെ ഒന്നും ഞാൻ ഉദാസീനായിട്ട് ഭയങ്കര സുഖവും സന്തോഷമാണ്. നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോളൂ. നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക, പങ്ക്ച്വാലിറ്റിയോട് കൂടി തന്നെ, കൃത്യനിഷ്ഠയോട് കൂടി ചെയ്യുക. ബാക്കി എല്ലാ കാര്യത്തിലും കുറച്ച് ഉദാസീനാകുമ്പോൾ ആളുകൾ അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യം അവൻ ചെയ്തോളൂ. ചെയ്യുന്നവന് തലവേദന കൂടാണ്, ഏൽപ്പിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ കാര്യം കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ 7 മണിക്ക് ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് 7 മണിക്ക് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. 8 മണിയായോ? ഇല്ല, 8 മണിക്ക് അവസാനിപ്പിക്കുന്നുണ്ട്, 8 മണിക്ക് അവസാനിപ്പിച്ചിരിക്കും. കാരണം എന്താ? 8:01 നിങ്ങൾ വേറെ പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ, അങ്ങോട്ട് പോകാനുള്ള അസൗകര്യം ഞാൻ മൂലം ഉണ്ടാക്കരുത്. അപ്പൊ എന്റെ കാര്യം ഞാൻ കറക്റ്റ് ആയിട്ട് നടത്തിയിട്ടുണ്ടാവും. എന്റെ സന്തോഷം ഞാൻ കൃത്യമായി. ഇപ്പൊ ഞാൻ നിങ്ങളെ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ പഠിക്കാനൊന്നുമല്ല, ഉറപ്പാ എന്റെ ആനന്ദത്തിന് വേണ്ടിയാണ്. ഇതിങ്ങനെ വിളിച്ചു പറയുമ്പോ എന്തൊരു സുഖം. ഉള്ള മണ്ടത്തരം മുഴുവൻ ഞാൻ അവിടെ വിളിച്ചു പറയുന്നത്. അത് ആ മണ്ടത്തരം മുഴുവൻ എത്ര പേരുണ്ട്? 55 പേര് കേട്ട് ഒരു പണിയില്ലാണ്ട് ഇതിന്റെ മുമ്പിൽ വന്ന് ഞാൻ പറയുന്ന മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും വിവരമില്ലായ്മ കേട്ടിരിക്കുക 55 പേര് ഇപ്പോഴും ലൈവ് ക്ലാസ്സിലൂടെ വന്നിരിക്കുന്നുണ്ട്. സന്തോഷം എന്നേ പറയാറുള്ളൂ. നിങ്ങളുടെ തലവര അത്രയും. എന്റെ തലവര ഇതാണെങ്കിൽ നിങ്ങളുടെ തലവര ഇതാണ്. വല്ല ആവശ്യം കിട്ടും ഇവിടെ വന്നിരുന്നിട്ട് ഇത് കേൾക്കാം. അതാണ് അതിന്റെ. അപ്പൊ നമ്മുടെ തലയിൽ വരച്ചു വെച്ച് അത് അതുപോലെ നടക്കും. പക്ഷെ എന്നാലും നമ്മൾ അപ്പൊ ഇവിടെ പറഞ്ഞു എന്തെന്ന് പറഞ്ഞു അതെ. അപ്പോ ആത്മാവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ ഈ പറഞ്ഞ യോഗ എന്നാൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ ചേരേണ്ടത് മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിന്റെ സഹായത്തോടെ യോജിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കി വെച്ചോളൂ. ഇത് നിങ്ങൾ ഇനി വേറെ എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു മാഷ് പഠിപ്പിച്ച് ഇങ്ങനെയാണല്ലോ പറഞ്ഞേക്കുന്നത്. മനസ്സിലായി? നിങ്ങൾക്ക് സംഭവം മനസ്സിലായി? സാധനം കിളി പറഞ്ഞില്ലേ? അതുപോലെ ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. യോഗ എന്ന വാക്കിന്റെ അർത്ഥം അന്വേഷിക്കുമ്പോൾ പല രീതിയിലുള്ള അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും കാണാൻ കഴിയും. ഓക്കെ, ഞാനിവിടെ ഈ നോട്ട്സ് എഴുതി വെച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സ് ഞാൻ തന്നേക്കാട്ടോ. നിങ്ങൾ എഴുതി വെക്കാനും നിൽക്കണ്ട. നിങ്ങളിപ്പോ ബോറടിക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. അപ്പൊ അല്ലെങ്കിൽ മനസ്സിലാവാൻ ശ്രദ്ധ അവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എന്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ തോന്നുന്ന സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ ഇവിടെ തന്നെ ശ്രദ്ധിച്ചോളൂ. അതാണ് ഈ ഒച്ചപ്പാടും പകളൊക്കെ എടുത്ത് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ അവിടെ ഇവിടേക്ക് പോലും. ഞാൻ അതുകൊണ്ടാണ് ഈ ഓളി ഇടുന്നത്. ഇടയ്ക്ക് ഓളിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. ഈ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മുഴുവൻ പോയി എന്നല്ലാണ്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കും. ഇവിടെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒച്ചപ്പാടും ഇതൊക്കെ ഉണ്ടാക്കില്ല. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ വേറെ പോകാതിരിക്കാനാട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. യെസ്, ഏത് വ്യാഖ്യാനം എടുത്താലും ഏത് അർത്ഥം എടുത്താലും നമ്മൾ ചെയ്യുന്നതെല്ലാം യൂണിയൻ എന്നുള്ള വാക്കിൽ നമ്മൾ എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ കേട്ടാലും എന്തൊക്കെ അർത്ഥവ്യത്യാസങ്ങളൊക്കെ കേട്ടാലും
യോഗ എന്നാൽ യൂണിയൻ എന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക്, ആ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരും. ഒരു സംശയമായിരിക്കും. ഓക്കെ, യോഗയെ രണ്ട് രീതിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. ശ്രദ്ധിച്ചിരുന്നു, യോഗയെ നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കും. അത് ആത്മീയമായ രീതിയിലും ശാസ്ത്രീയമായ രീതിയിലും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ആത്മീയ സയൻസിന്റെ രൂപത്തിലും ശാസ്ത്രീയമായിട്ടുള്ള കാര്യത്തിലും, അതായത് മോഡേൺ സയൻസിന്റെ കാര്യത്തിലും നമുക്ക് പഠിക്കാൻ പറ്റും. രണ്ട് പഠനവും ഒരേ രീതിയിൽ തന്നെ ഗുണം ചെയ്യും എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുക. ഇത് ഏത് രീതിയിൽ പഠിച്ചാലും, നിങ്ങൾ ആധുനിക സയൻസിന്റെ രൂപത്തിൽ പഠിച്ചാലും അല്ലെങ്കിൽ ആത്മീയ സയൻസിന്റെ, രാവിലെ തന്നെ ബുക്ക് പതഞ്ജലി യോഗ സൂത്രം എടുക്കുന്നു, സൂത്രം എടുത്തിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ യോഗ പഠിക്കാൻ വരികയാണ്, നിങ്ങൾ പറയാം പ്രാർത്ഥനയൊക്കെ എന്താ ഗുണമുള്ള, പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഒരു പ്രശ്നം അതിന് സംഭവിക്കില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുന്നു, അത് ആത്മീയ സയൻസ്. പ്രാർത്ഥനയൊന്നും വേണ്ട, നേരെ സൂര്യനമസ്കാരം ചെയ്തോളൂ, ആധുനിക സയൻസ്. ഒരു പ്രശ്നമില്ല, അതിനൊന്നും സംഭവിക്കുന്നില്ല. രണ്ടിന്റെ റിസൾട്ട് ഒന്നാണ്, രണ്ട് രീതി, ഒരേ രീതി. ഇപ്പൊ സ്ഥിരമായിട്ട് ചെറുപ്പത്തിൽ മുതൽ നോൺ ആണ്, ഒരു ദിവസം നോൺ ഇല്ലെങ്കിൽ, ഇപ്പൊ ചിക്കനോ ഫിഷോ ഇല്ലെങ്കിൽ അന്നത്തെ ഭക്ഷണം ശരിയാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവര് ചെറുപ്പം മുതലേ അങ്ങനെ കഴിക്കുക. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോളൂ, ഈ ചിക്കൻ എടുത്ത് നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ നിങ്ങളുടെ വായിൽ വച്ച് തന്നത് കൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിക്കണേ, അല്ലേ? നിങ്ങൾക്കൊരു പാമ്പിന്റെ ഇറച്ചി കഷ്ണമാണ് എടുത്ത് വായിൽ വെച്ച് നിങ്ങളിപ്പോ പാമ്പിനെ കണ്ട ഓടിച്ചിട്ട് പിടിച്ച് തിന്നും. ഇപ്പൊ നമ്മൾ പാമ്പിന്റെ ഇറച്ചി കണ്ട അയ്യേ എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? നമുക്ക് ചെറുപ്പത്തിൽ ഇത് കിട്ടി വശമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത് കഴിക്കാത്തത്. അപ്പൊ ചില വീടുകളിൽ അവർക്ക് രാവിലെ ചെറുപ്പം മുതലേ അവർ കഴിച്ചിരുന്നുകൊണ്ട് എന്നും അത് കിട്ടിയില്ലെങ്കിൽ അവരുടെ ഭക്ഷണം ശരിയാവില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ യോഗ പഠിക്കുന്നതിന് നോൺ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് സംഭവം പാളി. അവരുടെ ജീവിത ശൈലിയിൽ സന്തോഷമുണ്ടാകുന്ന വസ്തുക്കളെ ത്യജിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അത് അവർക്ക് സ്വയമായിട്ട് തോന്നുന്നിടത്ത് വിജയമുള്ളൂ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ ഒരു 25 വയസ്സുള്ള ഒരാളുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾക്കൊരു യോഗമാഷം കിട്ടിയിട്ടുണ്ട്, അടിപൊളിയാണ്, സൂപ്പറാണ്, ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ട് പുകഴ്ത്തി ഇല്ലാത്തതൊക്കെ കയറ്റി പറഞ്ഞാലൊന്നും അവര് യോഗ പഠിക്കാൻ പറ്റില്ല. അതേസമയം നിങ്ങൾ ശാരീരികമായും മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ട്, ഞാൻ എപ്പോഴും പറയാം 35 വയസ്സ് കഴിഞ്ഞാൽ ടെൻഷൻ തുടങ്ങും. അത് ഹോർമോൺ ചേഞ്ചിങ് ഉണ്ട്, അല്ലാതെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ കൊണ്ട്. ഈ രണ്ട് ടെൻഷൻ കൊടുങ്ങി നിക്കക്കളി ഇല്ലാതൊക്കെ നിൽക്കുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ യോഗയൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി, എന്തെങ്കിലും ഗുണം കിട്ടാൻ കിട്ടുമോ എന്നെങ്കിലും പറയാൻ പതുക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറെ അനുഭവിച്ചു കഴിയുമ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വേണമെന്ന് തോന്നുന്നത്. യോഗ പഠിക്കാൻ വരേണ്ടത് അങ്ങനെ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യോഗ എത്ര വയസ്സ് മുതൽ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വയസ്സ് മുതൽ പഠിക്കാന്നാണ് ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. എന്റെ അഭിപ്രായത്തിൽ യോഗ ശരിക്കും പരിശീലിക്കേണ്ടത്, നിർബന്ധമായിട്ട് പരിശീലിക്കുന്ന പറയും 35 വയസ്സിന് ശേഷം നിർബന്ധമായിട്ട് യോഗ പരിശീലിക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അത് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയണം, എനിക്ക് ഫീസ് കിട്ടാൻ വേണ്ടിയല്ല, കിട്ടുന്നത് നല്ലതാണേ. മനസ്സിലല്ലേ? സോറി. 35 വയസ്സിന് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായി യോഗ പരിശീലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾ 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അത് നല്ലൊരു സ്ഥലത്ത് പഠിക്കുകയാണെങ്കിൽ ഈ 1 മാസത്തെ കോഴ്സ് 2 മാസത്തെ കോഴ്സ് പഠിച്ചിട്ട് ഈ വീട്ടിൽ പോയി ബാക്കി ചെയ്തോളാം ചെയ്യില്ല. 1, 2, 3 ദിവസം കട്ട മടക്കി വെച്ചിട്ടുണ്ടാവും. ഇത് ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം കിട്ടുകയാണെങ്കിൽ, അത് സുന്ദരമായിട്ട് സന്തോഷത്തോട് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ചോളും. 35 വയസ്സിന് ശേഷം ഞാൻ ഒരിക്കലും പറയില്ല എയറോബിക്സ് പഠിക്കാൻ പോകണമെന്ന് പറയില്ല, ഡാൻസ് പഠിക്കാൻ പോകണമെന്ന് പറയില്ല, വേറെ എന്തെങ്കിലും വേണം. 2 കാര്യങ്ങൾ ഞാൻ പറയും. 1 യോഗ പഠിക്കുക, 2 ജിമ്മിൽ പോവുക എന്നുള്ളത്. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യങ്ങളാണ്. ജിമ്മും യോഗയും തമ്മിൽ വൈരുദ്ധ്യങ്ങളാണ്, പരസ്പര വിരുദ്ധമാണ്. നമ്മൾ പറയില്ലേ തൈരും ഇറച്ചിയും കൂടി കഴിക്കാൻ വേണ്ടി പരസ്പര വിരുദ്ധമാണ്. ശരിക്കും പരസ്പര വിരുദ്ധത്തിന്റെ സംഭവം എന്താ? സയൻസ് ഇത്രയേ ഉള്ളൂ, രണ്ടിലും പ്രോട്ടീൻ കൂടുതലാണ്, ദഹിക്കാൻ കുറെ സമയം എടുക്കും. ചെറിയുള്ള അതിൽ പ്രശ്നം. അല്ലാണ്ട് നിങ്ങൾക്ക് തൈരും ചിക്കനും കഴിച്ചാൽ പണ്ട് വരും, സംഭവം ഇത്രയല്ല. ഇത് പറയില്ല, സയൻസ് ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും ഹൈ പ്രോട്ടീൻ ആയിട്ട് മാറാനുള്ള സാധ്യത. അപ്പൊ ദഹനം കുറയില്ല. അപ്പൊ ഇങ്ങനെ വയറ് സ്തംഭിച്ച് നിൽക്കാനുള്ള സാധ്യതകളും മറ്റേ ശാരീരിക വൈദ്യുതി പോകാനുള്ള ഡൈജഷനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് അത് രണ്ടും കൂടി കഴിക്കരുതെന്ന് പറയുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, യെസ്. അപ്പൊ 35 വയസ്സിനുണ്ടെങ്കിൽ എവിടെയായാലും തീർച്ചയായും ഡെയിലി, അല്ലാണ്ട് 1 മാസത്തെ കോഴ്സ് ഉണ്ടോ, 1 മാസത്തെ കോഴ്സ് ഞാൻ ജീവിതത്തിൽ യോഗ പഠിപ്പിച്ചു, ഇനി മുതൽ ഞാൻ യോഗി എന്നറിയപ്പെടും, അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, അവിടെ സക്സസ് ഉണ്ടാവും. അതുപോലെ മസിൽ എക്സസൈസ് കുറച്ച് ചെയ്യും. ഞാൻ കുറച്ചുകൂടി മസിൽ എക്സസൈസ് പഠിപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ മുന്നോട്ട് പോവാം. അപ്പം ആത്മീയമായ രീതിയിലും ശാസ്ത്രീയമായ രീതിയിലും 2 പഠനം എവിടെ വായിച്ചു തീർത്താൽ 2 പഠനം ഒരേ രീതിയിൽ തന്നെ ഗുണം ചെയ്യും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. യോഗ എന്ന് പറയുന്നത് കൾച്ചറിങ് ആണ്. എന്താണ് കൾച്ചറിങ്? സംസ്കാരമാണ്, സംസ്കരിക്കലാണ്, അതായത് ക്ലീൻ ചെയ്യലാണ്.
പ്യൂരിഫൈ ചെയ്യലാണ്. അതാണ് യോഗ എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ആത്മീയമായ രീതിയിൽ ഈ യോഗയെ സമീപിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ യോഗ എന്ന് പറഞ്ഞാൽ കൾച്ചറിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്യൂരിഫൈ ചെയ്യില്ല. കൾച്ചർ എന്ന് പറഞ്ഞാൽ കൾച്ചർ നമ്മുടെ ബ്ലഡ് കൾച്ചർ ചെയ്യാൻ കൊടുക്കാറില്ലേ? ബ്ലഡ് കൾച്ചർ അവിടെ എന്ത് ചെയ്യണം? അതിലുള്ള അഴുക്കൾ മുഴുവൻ മാറ്റിയിട്ട് എന്താണ്, അല്ലെങ്കിൽ ആ അഴുക്കൾ എന്താണ് കാരണം, അഴുക്കൾ ഉണ്ടാവാനുള്ള കാരണം, അങ്ങനെയാണ് കൾച്ചർ ചെയ്തിട്ട് നമ്മൾ രോഗം കണ്ടുപിടിക്കും. യോഗ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൾച്ചറിങ് ആണ്. ക്ലീൻ ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം. എങ്ങനെ? അവിടെയൊക്കെ മനസ്സും ശരീരവും. ആത്മാവിന് പ്യൂരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഈ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും കൊടുക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് മുഴുവൻ കൊടുത്ത് ആത്മാവ് ഇങ്ങനെ കൈയും കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ. എപ്പോ പോകണം? ആത്മാവിന് മതിയാവുമ്പോൾ റെയിൽവേ ട്രാക്കിലേക്ക് ചാടും, അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോരും. അവിടുത്തെ ഇത്രയേ ഉള്ളൂ. ആത്മാവിന് എപ്പോ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ഈ കീറിയ ഡ്രസ്സുകൾ മാറുന്നത് പോലെ തന്നെയാണ് ജീവിതവും. ആത്മാവിന് എന്നും മതിയായെന്ന് തോന്നിയ ആ റെയിൽവേ ട്രാക്കിൽ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ട്രാക്കിലേക്ക് ചാടും. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് ബാഗ് എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പൊ വീട്ടിൽ ചോദിക്കും, എന്തേ തിരിച്ചു പോന്നെന്ന് നോക്കിയില്ലേ? എന്റെ ആത്മാവ് ഇപ്പൊ ചാവണ്ടെന്ന് പറഞ്ഞല്ലേ. ചാവണം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഇത്രയുള്ളതല്ലേ സംഭവം. മനസ്സിലായില്ല? ഓക്കെ. അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ കൾച്ചറിങ്ങിലാണ്, പ്യൂരിഫൈ ആണ്, വൃത്തിയാക്കലാണ്. ഓക്കെ, യെസ്. ഞാൻ ഈ കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഈ പാരഗ്രാഫ് എനിക്ക് വായിക്കട്ടോ. ശരീരത്തിനെയും മനുഷ്യനെയും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് യോഗ എന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കുക. ഓക്കെ, ജീവാത്മാവിനെ അപ്പൊ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കേണ്ടത് യോഗ എന്ന് പറഞ്ഞാൽ പ്യൂരിഫൈ ആണ്, ക്ലീൻ ചെയ്യാണ്. ഇനി നോക്കാം. ഇനി ആത്മീയമായിട്ട് ജീവാത്മാവിനെയും പരമാത്മാവിനെയും, ജീവനുള്ള ആത്മാവ്, പരമാത്മാവ് ഈശ്വരൻ. മനസ്സിലായില്ലേ? നമ്മളെല്ലാം ഈശ്വരനാണ്. ആത്മാവ് എല്ലാം നമ്മളൊക്കെ ഈശ്വരന്റെ ഒരു അംശപ്പെടുത്തിട്ടാണ് നമ്മളെ ഉണ്ടാക്കിയത്. അതാണ് ഈശ്വരാംശമുള്ള ആൾക്കാരാണ്. മനസ്സിലായോ? നമുക്ക് അത് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. ചിലർ പറയും ഞാൻ ഈശ്വരന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ഓം ക്രീംകുട്ടി ചാത്ത എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചെന്ന്. ഓക്കെ, അപ്പൊ ജീവാത്മാവിനെയും പരമാത്മാവ്, ഈ ജീവനുള്ള ആത്മാവിനെയും ഈശ്വരനും പരമമായ ആത്മാവിനെയും, അതായത് മനുഷ്യനെയും ഈശ്വരനെയും കൂട്ടിച്ചേർത്താൻ ഉപയോഗിക്കുന്ന ഒരു തത്വ സംഹിതയാണ്. മനസ്സിലായി? കുറെ തത്വങ്ങൾ എഴുതി വെച്ച, കുറെ നിയന്ത്രണങ്ങൾ എഴുതി വെച്ച, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് എഴുതി വെച്ച ഒരു സംഹിതയാണ്, ഒരു കളക്ഷനാണ് ശരിക്കും പറഞ്ഞ യോഗ. നിങ്ങൾ ജീവിതത്തിൽ, അതായത് അതുകൊണ്ടാണ് പറയുന്നത് യോഗ ഒരു ലൈഫ് സ്റ്റൈലാണ്. യോഗ ഒരു മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിക്കാനുള്ള സംഭവമല്ല. അല്ലെങ്കിൽ ഒരു മാസത്തെ കോഴ്സിൽ പോയിട്ട് 7 ദിവസത്തെ ക്ലാസ് ഉണ്ട്, ശ്രീയുടെ 7 ദിവസത്തെ ക്ലാസ്, ഇതിലൊന്നും പോയി ചേരേണ്ട സംഭവം അല്ല ശരിക്കും. യോഗ എന്ന് പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈൽ, ജീവിതത്തിൽ ഇപ്പൊ നമ്മള് പുതിയ ആളുകൾക്ക് അവർക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, അതിൽ കുറെ പേരുണ്ട്. അപ്പൊ അവരൊക്കെ നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ അവരുടെ ജീവിത ശൈലിയിൽ നിന്ന് നമ്മൾ ഇത്രയും നാൾ അവർ ജീവിച്ച ആ ശൈലിയിൽ നിന്ന്, ആ ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താം. അത് യോഗയുടെ സ്റ്റൈലിലേക്ക് കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ അവരെ യോഗിയാക്കിയിട്ട് ഹിമാലയത്തെ കൊണ്ട് പറയാൻ പറ്റില്ല. കുറെ എണ്ണത്തിനെ കൊണ്ട് ഞാൻ ഹിമാലയത്തിൽ ഇരുത്തും, ഉറപ്പാണ്. അപ്പൊ ഈ യോഗ സ്റ്റൈലിലുള്ള ലൈഫിലേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, കൊള്ളാം, ആ ഒരു ഫുഡിന്റെ മെത്തേഡിലേക്ക് നമ്മൾ പതുക്കെ എന്ന് വെച്ചാൽ അതിൽ നോൺ കഴിക്കരുതെന്നോ ഭക്ഷണം കഴിക്കരുതെന്നോ വിശന്നിരുന്ന് ചാവണമെന്നോ അല്ലോട്ട് പറയുന്നത്. വിശന്നൊന്നും ഇരിക്കാനേ പാടില്ല. എന്തിനു വേണ്ടി? വിശപ്പ് കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞ 16 മണിക്കൂർ വിശന്ന്, അയ്യോ ഇരിക്കരുതേ. വിശന്നൊന്നും ഇരിക്കാനുള്ളതല്ല ജീവിതം. ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ്, ആസ്വദിക്കാനല്ല. ഇവിടെ നിന്ന് ആസ്വദിക്കാനുള്ള ഒരു കുന്ത്രാണ്ടവും ഇല്ല കേട്ടോ. മനസ്സിലായില്ലേ? ഇവിടെ വെറുതെ കണ്ടോണ് നിങ്ങളായിരിക്കും നമ്മൾ വെറുതെ പൊക്കി മലയാളികൾ ആനയാണ് കുതിരയാണെന്ന് പൊക്കി നിർത്തിയാലാണ്. ഇവിടെ എൻജോയ് ചെയ്യാനുള്ള ഒരു പാർക്ക് പോലും നേരവണ്ണമില്ല. നിങ്ങൾ നോക്കിയോളൂ, നിങ്ങളുടെ പഞ്ചായത്തുകളിലെ മുനിസിപ്പാലിറ്റി ഇപ്പോഴൊക്കെയാണ് പിന്നെ ഇച്ചിരി നേരവണ്ണം നടക്കാനുള്ള ഒരു, അത് വൃത്തിയാക്കി കൊണ്ട് നടന്നിട്ടുണ്ടാവില്ല. അവിടുത്തെ പാർക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണമെങ്കിൽ അവിടുത്തെ വാഷ്റൂമിൽ പോയാൽ മതി. വാഷ്റൂം ക്ലോസ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ പാർക്കിന്റെ കഥ തീർന്നു. അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റണില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ക്വാളിറ്റി എന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായി? അതാണ്. അപ്പൊ നമുക്ക് എൻജോയ്മെന്റ് ചെയ്യാനുള്ള, സന്തോഷിക്കാനുള്ള, ആനന്ദിക്കാനുള്ള ഒരു സംഭവമില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ആനന്ദിക്കാൻ എവിടെ സംഭവങ്ങൾ കിട്ടണോ അവിടെ പോകും, ഉറപ്പാ. വെറുതെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ എവിടെ നിന്ന് നമ്മൾ അപ്പൊ ആ ഒരു തത്വ സംഹിതയാണ്, ഒരു ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ ഈ ഗ്രൂപ്പിൽ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കണം, വിശന്നിരിക്കരുത് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം അവർ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ചെല്ലുകയും ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ആനന്ദമാണ്. അതാണ് ശരിക്കും പറഞ്ഞ ലൈഫ് സ്റ്റൈൽ. അപ്പൊ യോഗ എന്ന് പറഞ്ഞ ഒരു ലൈഫ് സ്റ്റൈലാണ്. അല്ലാണ്ട് 1.5 മണിക്കൂർ ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ഏത് യോഗ എന്ത് യോഗ എന്നല്ല, അത് നമ്മുടെ ജീവിതത്തിൽ കൂടി ഇങ്ങനെ പ്രാവർത്തികമാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഉദാസീനത വരുന്നത്. Not the point. Okay, yes.
പിന്നെയാണ് മനസ്സിലാക്കുമ്പോഴാണ് യോഗയുടെ വിജയം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആമുഖത്തിന്റെ ഒരു ഭാഗമല്ല തീർന്നത്. ഞാൻ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാണ്. കുറച്ചും കൂടി ഉണ്ട്. എനിക്ക് ഇൻട്രൊഡക്ഷൻ എത്ര പറഞ്ഞാൽ തീരൂല. അപ്പൊ കുറച്ചുകൂടി ഉണ്ട് ഇൻട്രൊഡക്ഷൻ കേട്ടോ. അടുത്ത ചോദ്യമാണ്, പതഞ്ജലി മഹർഷി എഴുതിയ യോഗസൂത്രം എന്ന ഗ്രന്ഥത്തിലെ സൂത്ര എന്ന വാക്കിന്റെ അർത്ഥം പഠിച്ചു വെക്കേണ്ടതാണ്. യോഗസൂത്രത്തിലെ സൂത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ ഇരുന്ന നമ്മൾ പഠിക്കാൻ പോകുന്നു യോഗസൂത്രം, ബുക്ക് എടുത്തോ, ആദ്യത്തെ ശ്ലോകം ഇതാണ്. യോഗസൂത്രത്തിൽ സൂത്രം എന്താന്ന് അറിയാണ്ട് നമ്മുടെ കയ്യിൽ കുറെ സൂത്രമുണ്ട്, അത് കയ്യിൽ വെച്ചാൽ മതി. അതെനിക്കാരുള്ള സൂത്രമല്ല, അവിടെ വേറെ സൂത്രങ്ങളുണ്ട്. നോക്കാം. സൂത്രം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടർത്ഥം. ഒന്ന്, നേരിട്ട് സൂത്രം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നൂല് എന്നർത്ഥം. സൂത്രം എന്ന് പറഞ്ഞാൽ നൂല് എന്നർത്ഥം. അല്ലാണ്ട് നമ്മുടെ കയ്യിലുള്ള സംഭവമില്ലേ, അതല്ല. ജ്യോതി ടീച്ചറെ കയ്യിലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതല്ല. ഓക്കെ, നൂല് എന്നാണ് അതിനർത്ഥം. ഇനി മറ്റൊരു അർത്ഥം പറഞ്ഞാൽ, സൂത്രം എന്ന് പറഞ്ഞാൽ ഒരു ആശയം. ശ്രദ്ധിച്ചോളാം, അതാണ് നമുക്ക് ഇവിടെ ആവശ്യം. ശ്രദ്ധിച്ചു പഠിച്ചത്. ഇത് കുറെ ഞാൻ ഇങ്ങനെ തപ്പിത്തെറിഞ്ഞ് നടന്ന് കിട്ടിയിട്ട് സമയം ഞാൻ പഠിക്കാൻ പോയപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. സൂത്രം എന്ന് പറഞ്ഞാൽ ഒരാശയം ഹ്രസ്വമായി, ഏതൊരാശയമാണോ അതിന് വളരെ ചുരുക്കി പറയണം, ഒന്നാമത്. പിന്നെ ഒന്നോ രണ്ടോ വരികളിൽ പൂർണ്ണ അർത്ഥം ഉൾക്കൊള്ളുന്നു. കുറെ സൂത്രം എന്ന് പറഞ്ഞിട്ട് ശ്ലോകം പോലെ ഇങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. ഒന്നോ രണ്ടോ വരികളിൽ, അതാണ് അതിന്റെ. ഒന്നോ രണ്ടോ വരികളിൽ സൂത്രം എന്ന് പറഞ്ഞാൽ കുറെ നിയമങ്ങളുണ്ട്, അതനുസരിച്ച് സൂത്രം എഴുതാൻ പറ്റില്ലല്ലോ. വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും സൂത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഒന്ന്, ഒരു ആശയത്തിന് ഹ്രസ്വമായിട്ട് ചെറുതാക്കി പറയണം. അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വരികളിൽ പൂർണ്ണമായി അർത്ഥം ഉൾക്കൊള്ളണം. ഓക്കെ, ശ്ലോക രൂപത്തിലുള്ള, അതായത് ഈ പറഞ്ഞ ശ്ലോക രൂപത്തിലുള്ളതായിരിക്കണം. അല്പാക്ഷരമുള്ളതായിരിക്കണം. അതായത് കുറച്ച് അക്ഷരങ്ങൾ ഉണ്ടാവുള്ളൂ. തോന്നിയ വഴി അനാവശ്യത്തിനും കുറെ വാക്കുകൾ വെറുതെ എഴുതി കയറ്റാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, എല്ലാ വാക്കുകൾക്കും അർത്ഥമുണ്ടായിരിക്കണം. അർത്ഥമില്ലാത്ത ഒരു വാക്കുണ്ടാവില്ല. സുന്ദരമായിട്ട് വിവരിക്കുന്നതായിരിക്കണം. നല്ല സൗന്ദര്യം ഉണ്ടാവണം, നല്ല ഒഴുക്കുണ്ടാവണം. ഇത് എല്ലാം ചേരുമ്പോഴാണ്. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്. ആ ഒരു സൂത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂത്രത്തിനോട് യോജിക്കുന്നതായിരിക്കണം അടുത്ത സൂത്രം. ഒരു യോജിപ്പില്ലാത്ത തോന്നിയോടത്തൊന്നും തുടങ്ങാൻ പാടില്ല. നമ്മൾ കണ്ടില്ലേ, സിനിമ കണ്ടിട്ട് ഒരു കഥ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടാവും, പിന്നെ വേറെ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അവസാനമായിരിക്കും കൂട്ടുക. അങ്ങനെ പാടില്ല. അതിന് അർത്ഥമുണ്ട് എന്ന് വെച്ചാൽ ഇതിന്റെ മുൻ പറഞ്ഞ സൂത്രത്തോട് കണക്ഷൻ ഉള്ളതായിരിക്കണം അടുത്ത സൂത്രം. അതും കൂടി ഇതിലൂടെ ഞാൻ യോജിപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരം അർത്ഥങ്ങൾ ഉള്ളതാണ് ശരിക്കും പറഞ്ഞ സൂത്രം. ഒന്നുകൂടി പറയണോ? വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, ഹ്രസ്വമായ ആശയമായിരിക്കണം. ഒന്നോ രണ്ടോ വരികളിൽ പൂർണ്ണമായി അർത്ഥം ഉണ്ടാവണം. ശ്ലോക രൂപത്തിലുള്ളതായിരിക്കണം. അല്പാക്ഷരത്തിലുള്ളതായിരിക്കണം. എല്ലാ വാക്കുകൾക്കും അർത്ഥമുണ്ടാകണം. അതുപോലെ സുന്ദരമായി വിവരിക്കുന്നതായിരിക്കണം. നല്ല ഒഴുക്കുള്ളതായിരിക്കണം. ഇതെല്ലാം ചേരുമ്പോഴാണ് സൂത്രം. അപ്പൊ സൂത്രത്തിന്റെ അർത്ഥം പിടിയിട്ടില്ല. ഇനി യോഗസൂത്രത്തിൽ സൂത്രം പറയുമ്പോൾ പതഞ്ജലി മഹർഷിക്ക് കുറെ സൂത്രവിദ്യകളുണ്ട്. ആ സൂത്രവിദ്യകളാണ് എൻ്റെ ഇരിക്കുന്ന സൂത്രം പോലെ പതഞ്ജലി മഹർഷിക്കും കുറെ സൂത്രങ്ങളുണ്ട്. ആ സൂത്രം എഴുതി വെച്ചാണെന്ന് ഇനി ചെന്നാരോടും പറയും. ഓക്കെ, യെസ്. എന്നാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അപ്പൊ നൂലെന്ന് വരുമ്പോൾ അതിനും കൂടി ഒരു വ്യാഖ്യാനം നമുക്ക്, നൂലിഴകളാൽ കോർക്കപ്പെട്ട അർത്ഥസമ്പുഷ്ടമായ വാക്കുകളാൽ ചേർന്നതാണ് സൂത്രം. അപ്പൊ നൂല് എന്ന് പറയുമ്പോൾ അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ കൊടുക്കണ്ടേ? കേട്ടോളൂ. നൂലിഴകളാൽ, നെറ്റ് പോലെ കോർക്കപ്പെട്ട അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ ചേർന്നതാണ് സൂത്രം. മനസ്സിലാക്കി ഓർമ്മയിലിരിക്കുക. ഇച്ചിരി പണിയുണ്ട്. നിങ്ങൾ നെറ്റിന് ഇങ്ങനെ ഓർത്താൽ മതി. കംപ്ലീറ്റ് നെറ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നു, ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഏഷ്യാനെറ്റ് എന്ന് പറയില്ലേ, ഇങ്ങനെ നെറ്റ് കംപ്ലീറ്റ് നെറ്റ് ഇട്ടേക്കാണ്. ഓക്കെ, അതായത് യോഗയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരു മാല രൂപത്തിൽ, നൂല് രൂപത്തിൽ കോർത്ത് ഒരുമിച്ച് ചേർത്തിരിക്കുന്നു എന്നതാണ് ഈ സൂത്രത്തിന്റെ പദം. ഒരു മാലയിൽ മുത്തിടില്ലേ, അതുപോലെ മുത്ത് പോലെ ഇങ്ങനെ മാലയാക്കി നൂലിൽ കോർത്തിട്ട മാല പോലെയാണ് ഇതിലെ ശ്ലോകങ്ങൾ എന്നർത്ഥം. ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ ഇത് വായിച്ചു തീർക്കാം. സമയം കടന്നു പോകുന്നു, അതിന് മുമ്പ് തീർക്കണം. ഓരോ ആശയങ്ങളും ഓരോ മുത്താണെങ്കിൽ, ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ആശയങ്ങളും ഓരോ മുത്താണെങ്കിൽ അത് ഒരു ചരടിൽ കോർത്ത മാല പോലെ ആക്കി എന്ന് അർത്ഥം. ക്ലിയർ ആയില്ലേ? ഓരോ മുത്തും ആ മാല പോലെ കോർത്തിരിക്കുന്നു. അതായത് യോഗയെ സംബന്ധിച്ചിടത്തോളം യോഗയുടെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിച്ച് ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കണം. യോഗസൂത്ര എന്ന ഫ്രെയിമിൽ എന്തൊക്കെയാണ് ഇതിന്റെ ആശയങ്ങൾ എന്നുള്ളത് ഒതുക്കി നിർത്തിയിരിക്കുന്നു. വളരെയധികം ഗഹനമായ അർത്ഥമുള്ളതും സുന്ദരമായ രീതിയുമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ 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 അർത്ഥങ്ങളാണ്. നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിച്ച് നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും.
അത്രയും പിന്നെ അതൊരു അത്രയും സുന്ദരമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇതാണ് സൂത്രത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സൂത്രത്തിന്റെ അർത്ഥം പിടികിട്ടിയോ? വേറെ അവിടെ നിന്നും കിട്ടാൻ സാധ്യതയില്ല. ഇത്രയധികം സൂത്രത്തെ കുറിച്ച് വിവരിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു എനിക്ക് എങ്ങോട്ടൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ കുറേ ക്ലാസ് ആയിട്ടുണ്ട്. സൂത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാട് കയറുന്നല്ലാണ്ട് ഇതാണ് സൂത്രത്തിന്റെ പ്രത്യേകത. അത് എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. കിട്ടിയ ഒരു ഭാഗ്യവാന്മാർ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനുള്ള സമയമാകുന്നു. 56 4 മിനിറ്റ് കൂടി. 4 മിനിറ്റ് കൂടി എന്തെങ്കിലും വായിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്ത ഇൻട്രൊഡക്ഷൻ അതിലും വലുതാണ്. കുറെ എഴുതിയിട്ടുണ്ട്. അടുത്ത ഇൻട്രൊഡക്ഷൻ ഏതാ? പതഞ്ജലി മഹർഷി എഴുതിയ യോഗസൂത്ര എന്ന ഗ്രന്ഥം എന്താണ് ലക്ഷ്യമാക്കുന്നത്? അപ്പൊ യോഗസൂത്രം എഴുതി, എന്താ അതിന്റെ ലക്ഷ്യം? ഒരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പുള്ളി ഉദ്ദേശിച്ച എന്താണോ നമുക്ക് എന്താണോ അതിൽ കിട്ടുന്നത്, ആ കാര്യമാണ് അടുത്ത ആഴ്ച നിങ്ങളെ പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ ഇൻട്രൊഡക്ഷൻ, ഇത്ര ഇൻട്രൊഡക്ഷൻ ആണ്. ആരാണ് പതഞ്ജലി മഹർഷി? നമ്മൾ പഠിച്ചു. തീർച്ചയായിട്ടും പതഞ്ജലി മഹർഷിയുടെ ബുക്ക് കൊടുക്കും. ആരാണ് പറയുക? അപ്പൊ പതഞ്ജലി മഹർഷി ആരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് അദ്ദേഹം എഴുതിയ ബുക്ക് ഏതാണ്? യോഗസൂത്ര എന്നുള്ളതാണ്. ആ യോഗസൂത്രയിൽ യോഗ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സൂത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥമാണ്. അപ്പൊ അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ വൃത്തിയായിട്ട് പഠിക്കാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ടുള്ളത് അത് വെച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പൊ ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾ നോട്ട്സ് ഞാൻ അയച്ചെന്നുള്ള സമയം പോലെ ഇന്ന് തന്നെ അയച്ചൊന്നും വരില്ല കേട്ടോ. സമയം പോലെ എപ്പോഴെങ്കിലും ഞാൻ അയച്ചോളാം, ഗ്രൂപ്പിൽ അയച്ചോളാം. അപ്പൊ നിങ്ങൾ എഴുതിയെടുത്ത് വെച്ചാൽ നിങ്ങൾക്കുള്ള, അതായത് ആർക്കാണെങ്കിലും, യോഗ പഠിപ്പിക്കുന്നവരായിക്കോട്ടെ, യോഗ കേട്ടിരിക്കുന്നവരായിക്കോട്ടെ, യോഗ ജീവിതത്തിൽ പ്രാവർത്തികമായിക്കൊള്ളട്ടെ, ഇനി നിങ്ങൾ ഡോക്യുമെന്റ് ആയിട്ട് വെച്ച എന്തെങ്കിലും ആരെങ്കിലും പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവർക്കെങ്കിലും ഉപകാരപ്പെടുന്നതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ യൂട്യൂബിൽ ഇത് കോപ്പിറൈറ്റ് ഉള്ളതോ അല്ലെങ്കിൽ അൺലിസ്റ്റഡ്, നമ്മുടെ കംപ്ലീറ്റ് അൺലിസ്റ്റഡ്, നാട്ടുകാർക്ക് ഒന്നും കൊടുക്കില്ല, വെറുതെ കൊടുക്കില്ല, കംപ്ലീറ്റ് കാശ് കിട്ടിയിട്ട് കൊടുക്കുള്ളൂ. അപ്പൊ അതുപോലെ ഇത് പക്ഷെ പബ്ലിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? യെസ്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നു. കറക്റ്റ് 8 മണിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും സന്തോഷത്തോടെ ആനന്ദത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും നാളെ സന്ധിപ്പും വരെ